ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പൗരത്വത്തിൻ്റെ വിഷയം മാത്രമാണ് ഉന്നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട വികസനമാണ്. ആ വികസന രാഷ്ട്രീയം ഇവർ രണ്ടു കൂട്ടരും ചർച്ച ചെയ്യുന്നില്ല, LDFും UDF. കാരണം കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് കണ്ടാൽ അറിയാം. കേരളത്തെ വലിയ തോതിൽ പുറകോട്ടടിപ്പിച്ചത് ഇവരുടെ വികസന വിരുദ്ധ രാഷ്ട്രീയമാണ്. നമ്മുടെ നാട്ടിലെ വോട്ടർമാരിൽ നല്ലൊരു ശതമാനം യുവാക്കളാണ്. അവർ അഴിമതിയില്ലാത്ത ഭരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അവർ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കാണുമ്പോൾ ആവേശത്തോടു കൂടി പോളിംഗ് ബൂത്തിൽ ചെന്ന് അവർ താമരക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും. വളരെ വ്യക്തമാണ്, പാലക്കാട് ഇക്കുറി C. കൃഷ്ണകുമാർ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വിജയമുണ്ടാക്കും. അതിന് നിങ്ങളുടെ പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയാണ് എനിക്കിവിടെ പറയാൻ. ഈ SDPI പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന പോലെ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് PDPയുമായുള്ള ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെങ്ങനെ കാണുന്നത്? ഇവർ തമ്മിലൊരു മത്സരമാണോ ഇങ്ങനെ PDP SDPI പോലുള്ള? ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും ഈ ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പുകളെ പ്രീണിപ്പിക്കുന്ന ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. പിണറായി ഇപ്പം മുക്കിന് സംഘടിപ്പിക്കുന്നത് പൗരത്വ സംരക്ഷണ റാലിയാണ്. സത്യത്തിൽ അദ്ദേഹം തൻ്റെ പുത്രി വീണ വിജയൻ സംരക്ഷണ റാലിയാണ് അദ്ദേഹം സംഘടിപ്പിക്കേണ്ടത്. കാരണം മാസപ്പടി, ED അന്വേഷണം, അതുപോലെ തന്നെ അവരുടെ പാർട്ടി നടത്തിയ ബാങ്ക് കൊള്ള, അതിനെല്ലാം എതിരായിട്ട് വലിയ അന്വേഷണങ്ങൾ വരികയാണ്. CPMൻ്റെ കള്ളപ്പണം സൂക്ഷിച്ച ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവർ ഈ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമാണ് അവർ ഉന്നയിക്കുന്നത്. ഇവിടുത്തെ സ്ഥാനത്ത് ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകളായിട്ട് സന്ധി ചെയ്തതാണ് താങ്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ LDFും BJPയും തമ്മിലാണ് ഇവിടെ മത്സരം വരുന്നത്. കാരണം ജനങ്ങൾ തീവ്രവാദത്തിനോട് അതിശക്തമായ വികാരമുണ്ട്. അഴിമതിക്കെതിരെ വികാരമുള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ തീവ്രവാദി ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ വികാരമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും.